ശത്രുക്കളും അസൂയക്കാരും കുറയണമെങ്കിൽ മണ്ടനെ പോലെ അഭിനയിക്കുകയും നിശബ്ദനായി ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കുകയും ചെയ്യണം. ചാണക്യൻ പറഞ്ഞതാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു വിഷയമാണ്. ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യാം. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ശത്രുക്കളാകാം, ബിസിനസ്സിലെ ശത്രുക്കളാകാം, പ്രൊഫഷണൽ മേഖലയിലെ ശത്രുക്കളാകാം. ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിലേക്ക് ഒരു യുദ്ധകളത്തിന്റെ ചിത്രം വരും, നേരിട്ടുള്ള പോരാട്ടത്തിന്റെ ചിത്രം വരും. എന്നാൽ ചാണക്യൻ എന്ന മഹാനായ തന്ത്രജ്ഞൻ നമ്മെ പഠിപ്പിച്ചത് മറ്റൊരു വഴിയാണ്. യുദ്ധം ചെയ്യാതെ നിശബ്ദനായി ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ശത്രുവിനെ തോൽപ്പിക്കാൻ. ശത്രു തൊടുക്കാൻ വേണ്ടി അസ്ത്രം ആവനാഴിൽ നിന്ന് എടുക്കാൻ ആലോചിക്കുന്നതിനു മുമ്പായി അവനെ വീഴ്ത്തണം. ശത്രു മനസ്സിൽ കാണുന്നതിനു മുമ്പായി നാം മരത്തിൽ കാണണം എന്നാണ് അർത്ഥം. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? അതെ, ഇത് സാധ്യമാണ്. ബുദ്ധിയും തന്ത്രവും ഉപയോഗിച്ച് നാടോടിയായി നടന്ന ചന്ദ്ര എന്ന ബാലനെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന ചക്രവർത്തിയാക്കി മാറ്റിയ, തന്നെ അപമാനിച്ച നന്ദരാജവംശത്തെ നിഷ്പ്രഭമാക്കിയ ചാണക്യൻ കേവലം ഒരു പണ്ഡിതൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജീവിത പാഠശാല തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം എന്ന മഹാഗ്രന്ഥം ഇന്നും മാനേജ്മെന്റ്, രാഷ്ട്രീയം, വ്യക്തിജീവിതം എന്നിവയിലെല്ലാം ഒരു വഴികാട്ടിയാണ്. ചാണക്യൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ള ഒരു ശത്രുവിനെ ഒരു ബുദ്ധിമാനായ സുഹൃത്തിനെ പോലെയാണ് കാണേണ്ടത്. അതായത് നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കുക. അപ്പോൾ ശത്രുവിനെ യുദ്ധം ചെയ്യാതെ തോൽപ്പിക്കാൻ ചാണക്യൻ നൽകുന്ന ആ 10 തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒന്നാമതായി, ശത്രുവിനെ മനസ്സിലാക്കുക. അറിവ് ശക്തിയാണ്. ചാണക്യൻ നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പാഠമാണിത്. ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിന് മുമ്പ് അവനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം. ആരാണ് നിങ്ങളുടെ ശത്രു? എന്തിനാണ് അവർ നിങ്ങളോട് ശത്രുത പുലർത്തുന്നത്? അവരുടെ ശക്തികൾ എന്താണ്? അവരുടെ ദൗർബല്യങ്ങൾ എന്താണ്? അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? അവർ ആരുമായിട്ടാണ് സഖ്യത്തിൽ? ഉദാഹരണം, ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരു പുതിയ ഉൽപ്പന്നം ഇറക്കുന്നു എന്ന് കരുതുക. നിങ്ങളുടെ എതിരാളി സ്ഥാപനവും അതേ ഉൽപ്പന്നം ഇറക്കുന്നുണ്ട്. അവരുടെ വിപണന തന്ത്രങ്ങൾ, ഗുണമേന്മ, ഉപഭോക്താക്കൾ എന്നിവ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് മികച്ച തന്ത്രം ആവിഷ്കരിക്കാൻ കഴിയില്ല. എതിരാളിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ഓരോ വിവരവും ഒരു ആയുധമാണ്. രണ്ടാമതായി, ഭിന്നിപ്പിച്ചു ഭരിക്കുക. ചാണക്യൻ നൽകിയ ഏറ്റവും പ്രശസ്തമായ തന്ത്രങ്ങളിൽ ഒന്നാണിത്. ശത്രുവിന്റെ ശക്തി പലപ്പോഴും അവരുടെ ഐക്യത്തിലാണ്. ആ ഐക്യം തകർക്കാൻ കഴിഞ്ഞാൽ ശത്രു താനേ ദുർബലനാകും. ഇതിനായി ശത്രുക്കളുടെ സഖ്യകക്ഷികളെ പിരിച്ചെടുക്കുക, അവർക്കിടയിൽ ഭിന്നത വളർത്തുക, വിശ്വാസമില്ലായ്മ വളർത്തുക. കാട്ടിലെ പക്ഷികളെ വേടൻ ഓരോരുത്തർക്കും വ്യത്യസ്ത ഭക്ഷണം നൽകി ഭിന്നിപ്പിച്ച് പിടികൂടിയ കഥ ഇതിന് ഉദാഹരണമാണ്. നിങ്ങളുടെ ഓഫീസിൽ ഒരു ഗ്രൂപ്പ് നിങ്ങളോട് ശത്രുത പുലർത്തുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങൾ മനസ്സിലാക്കി അവരെ പരസ്പരം അകറ്റാൻ ശ്രമിക്കുക. പക്ഷേ ഇത് വളരെ ശ്രദ്ധയോടെയും ധാർമ്മികമായും ചെയ്യണം. മൂന്നാമതായി, നയതന്ത്രം ഉപയോഗിക്കുക. യുദ്ധത്തിന് മുമ്പ് സമാധാനപരമായ വഴികൾ തേടുക. ചർച്ചകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ഭാവിയിൽ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. ഒരു ചെറിയ ശത്രുവിനെ പോലും നിസ്സാരമായി കാണരുത്. എന്നാൽ ഒരു വലിയ ശത്രുവിനെ നേരിട്ട് യുദ്ധം ചെയ്യരുത്. പലപ്പോഴും ഒരു സംഭാഷണത്തിലൂടെ ശത്രുവിനെ സുഹൃത്താക്കി മാറ്റാൻ കഴിയും. ജോലി സ്ഥലത്ത് തർക്കമുണ്ടാക്കുമ്പോൾ നേരിട്ടുള്ള വഴക്കിന് പകരം തുറന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമിക്കുക. നാലാമതായി, ആത്മവിശ്വാസം വളർത്തുക. ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ശക്തിയുള്ള മനസ്സ് ലോകത്തെ കീഴടക്കും. നിങ്ങളുടെ കഴിവുകളിലും തന്ത്രങ്ങളിലും വിശ്വാസം വേണം. മാനുകൾ ഒത്തൊരുമിച്ച് നിന്ന്
സിംഹത്തെ ഭയപ്പെടുത്തിയ കഥ ഇതിനുദാഹരണമാണ്. വ്യക്തി ജീവിതത്തിലും തൊഴിലിലും ആത്മവിശ്വാസം പ്രധാനമാണ്. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ ശത്രുവിന് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അഞ്ചാമതായി, ബലഹീനതകൾ മറയ്ക്കുക, ശക്തികൾ പ്രദർശിപ്പിക്കുക. നിങ്ങളുടെ ദൗർബല്യങ്ങൾ ശത്രുവിനെ ആയുധമാക്കാൻ അനുവദിക്കരുത്. അവ പരമാവധി മറച്ചു വെക്കുക. അതേസമയം നിങ്ങളുടെ ശക്തികളെ വ്യക്തമായി പ്രദർശിപ്പിക്കുക. ഇത് ശത്രുവിന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കും. ചെസ് കളിക്കാരൻ തന്റെ മികച്ച നീക്കങ്ങൾ മാത്രം കാണിക്കുന്നത് പോലെ ബിസിനസ്സിലും പ്രതിസന്ധികൾ പരസ്യമാക്കാതെ നിങ്ങളുടെ കഴിവ് തെളിയിക്കുക. ദുർബലനായ കഴുത ശക്തിയുള്ളവനാണെന്ന് വീമ്പ് പറഞ്ഞ് ഒടുവിൽ ചെന്നായയുടെ മുന്നിൽ ഭയന്നോടിയ കഥ ഓർക്കുക. നമുക്കുള്ള കഴിവുകൾ മാത്രം പ്രദർശിപ്പിക്കുക, ഇല്ലാത്തവയെക്കുറിച്ച് വീമ്പ് പറയരുത്. ആറാമതായി, ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമയില്ലാത്തവൻ ഒരിക്കലും വലിയ കാര്യം നേടില്ല. പലപ്പോഴും ശത്രുവിനെ പരാജയപ്പെടുത്താൻ ദീർഘകാല തന്ത്രങ്ങൾ ആവശ്യമാണ്. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കി ശരിയായ സമയത്തിനായി കാത്തിരിക്കുക. മഴക്കാലം കഴിഞ്ഞ് നദിയിലെ ജലനിരപ്പ് കുറഞ്ഞപ്പോൾ പാലം പണിത രാജാവിന്റെ കഥ പോലെ ശരിയായ സമയത്തിനായി കാത്തിരിക്കാൻ ശീലിക്കുക. ശത്രു തെറ്റ് വരുത്തുന്നതിനോ ദുർബലനാക്കുന്നതിനോ വേണ്ടി കാത്തിരുന്ന് ആ അവസരം മുതലെടുക്കുക. ഏഴാമതായി, വിശ്വസനീയമായ രഹസ്യാന്വേഷണ ശൃംഖല. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നത് വലിയ നേട്ടമാണ്. ഇതിനായി വിശ്വസനീയമായ വിവര സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് ചാരപ്പണിയല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ശരിയായ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോഴോ ബിസിനസ് തുടങ്ങുമ്പോഴോ വിപണിയെയും എതിരാളിയെയും കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നത് വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. ചുറ്റുമുള്ള ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കും. എട്ടാമതായി, സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുക. ചാണക്യന്റെ അർത്ഥശാസ്ത്രം പ്രധാനമായും സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ചാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തിയാണ് അതിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സാമ്പത്തികമായി ശക്തനാകുന്ന ഒരാൾക്ക് ശത്രുവിന്റെ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ കഴിയും. പണം അധികാരവും സ്വാധീനവും നൽകുന്നു. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നത് ശത്രുക്കൾക്ക് ഒരു വെല്ലുവിളിയായിരിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആരുടെയും ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒൻപതാമതായി, ശത്രുവിന്റെ തന്ത്രങ്ങൾ പഠിച്ച് മറുതന്ത്രം പയറ്റുക. ശത്രു എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ തന്ത്രങ്ങൾ മെനയുന്നതെന്ന് പഠിക്കുക. എന്നിട്ട് അവരുടെ അതേ തന്ത്രങ്ങളെ അവർക്കെതിരെ തന്നെ ഉപയോഗിക്കുക. ഇതിനെയാണ് തന്ത്രം പഠിച്ച് തിരിച്ചടിക്കുക എന്ന് പറയുന്നത്. ശത്രുവിന്റെ ചിന്താഗതി മനസ്സിലാക്കുന്നത് അവരെ മറികടക്കാൻ സഹായിക്കും. കായിക മത്സരങ്ങളിലോ ബിസിനസ്സിലോ എതിരാളിയുടെ രീതികൾ പഠിച്ച് അതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങളുടെ ഉൽപ്പന്നമോ നീക്കമോ അവതരിപ്പിക്കുക. പത്താമതായി, നിസ്സംഗത പാലിക്കുക. ചിലപ്പോൾ ഒരു ശത്രുവിന് നമ്മൾ നൽകുന്ന ശ്രദ്ധയും പ്രതികരണവുമാണ് അവരുടെ ശക്തി. അവരെ പൂർണ്ണമായും അവഗണിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതവരെ നിരാശരാക്കും. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ അവഗണിക്കുക. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് താല്പര്യം നഷ്ടപ്പെടുകയും അവർ സ്വയം പിൻവാങ്ങുകയും ചെയ്യും. നിങ്ങളുടെ പ്രതികരണമാണ് അവരുടെ ഊർജം. പ്രിയപ്പെട്ടവരെ, ചാണക്യൻ നൽകിയ ഈ 10 തന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? യുദ്ധം ചെയ്യാതെ ശത്രുവിനെ തോൽപ്പിക്കാൻ ബുദ്ധിയും ക്ഷമയും തന്ത്രവുമാണ് ആവശ്യം. പുറത്തുള്ള ശത്രുക്കളെ പോലെ തന്നെ ഉള്ളിലെ ദൗർബല്യങ്ങളെയും ഭയങ്ങളെയും അലസതയെയും തോൽപ്പിക്കാൻ ഈ തന്ത്രങ്ങൾ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു കമന്റ് ഇടാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.